ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ബുള്ളറ്റിൽ നമ്മൾ ഏപ്രിൽ മാസത്തെ ബുള്ളറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരു 100 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് കാണാൻ കഴിയും. ആ മോക്ക് ടെസ്റ്റ് കേട്ടോ നമ്മളിത് ചെയ്തു നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം ഏതാ? അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? BPL കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഏതായിരുന്നു? കർണാടകയായിരുന്നു കേട്ടോ. കർണാടകയാണ് കേട്ടോ. BPL കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാ? കർണാടകയാണ്. രണ്ടാമത്തെ ചോദ്യം: 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? ഐവറി കോസ്റ്റ് ആണ് കേട്ടോ. ഐവറി കോസ്റ്റ് അല്ലേ. 2024 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൗദി അറേബ്യ ആണ് കേട്ടോ. 2024. മൂന്നാമത്തെ ചോദ്യം: കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനം, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? ഏതായിരുന്നു? കാപ്കോയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, കാപ്കോയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണേത്? കാപ്കോ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം: 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ്? 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ്? ആരായിരുന്നു? ഇവിടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കി ആരായിരുന്നു? നീരജ് ചോപ്ര അല്ലേ. നീരജ് ചോപ്രയാണ് 2023 നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യം: ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയിട്ട് തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം ഏതാണ്? ബഹിരാകാശത്ത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം ഏതാണ്? ഏതാ? UAE ആണ് കേട്ടോ. ഓപ്ഷൻ ഡി UAE ആണ്. അവരുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കി വെച്ചോ വെറുതെ. എന്നാലും ആറാമത്തെ ചോദ്യം: സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? ഏതാ? നീരാക്ഷിയാണ് കേട്ടോ. നീരാക്ഷി. സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് ഇത് നീരാക്ഷി എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം: ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? ചോദ്യം നോക്കുക. ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? ഏത് രാജ്യ? ഓപ്ഷൻ ഡി USA ആണ് കേട്ടോ. USA ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം: ശേഖർ കപൂറിൻ്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? അതായത് നിലവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ആരാ? ഓപ്ഷൻ ബി R മാധവൻ കേട്ടോ. ഓപ്ഷൻ ബി R മാധവൻ. അതായത് നിലവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ R മാധവൻ ആണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം: ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? ഗ്രാൻഡ് സ്ലാം ഡബിൾസിന്റെ ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാ? ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. ആരായിരുന്നു? രോഹൻ ബൊപ്പണ്ണയാണ് അല്ലേ. ഓപ്ഷൻ എ രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം ഡബിൾസിന്റെ ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? രോഹൻ ബൊപ്പണ്ണ. പത്താമത്തെ ചോദ്യം: 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ആരാ ഉയർത്തിയത്? ഓപ്ഷൻ സി ജഗദീപ് ധൻകർ ആണ് കേട്ടോ. ജഗദീപ് ധൻകർ, നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻകർ ആണ് 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത്.
11ാമത്തെ ചോദ്യം, എത്ര വർഷത്തേക്കാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? അതായത് 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭയിലും അതുപോലെ സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവന്ന നിയമമാണ് 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അത് 2026 മുതലാണ് നിലവിൽ വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര വർഷത്തേക്കാണ് ആ 33% സംവരണം കൊണ്ടുവരുന്നത് എന്നാണ്. എത്ര വർഷത്തേക്കാ? 15 വർഷത്തേക്കാണ് കേട്ടോ. 15 വർഷത്തേക്കാണ് ആ 33% സംവരണം 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊണ്ടുവരുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, പിയറി അഗോസ്റ്റിനി, ഹെൻഡ്രിക് ക്രൗസ്, ആൻ എൽ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നൊബേൽ പുരസ്കാരം നേടിയത്? പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൻലെൻ ഹൂലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് 2023 നൊബേൽ പുരസ്കാരം നേടിയത്? ഏതിലാ? ഭൗതിക ശാസ്ത്രത്തിലാണ്. ഓപ്ഷൻ സി, ഭൗതിക ശാസ്ത്രത്തിലാണ്. ഇനി 13ാമത്തെ ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചതാരാ? 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് ആരാ? ചിത്രം നോക്കിയേ, ആരായിരിക്കും? PR ശ്രീജേഷ് ആണല്ലേ. മലയാളിയായ PR ശ്രീജേഷ് ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചതാരാ? PR ശ്രീജേഷ് ആണ്. 14ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് 13,000 റൺസ് നേടിയ താരമാരാ? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് 13,000 റൺസ് നേടിയ താരം ആരാ? ഫോട്ടോയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആരായിരുന്നത്? വിരാട് കോഹ്ലി അല്ലേ. ഓപ്ഷൻ ബി, വിരാട് കോഹ്ലി. ക്വസ്റ്റ്യൻ എന്താ? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് 13,000 റൺസ് നേടിയ താരമാണ് ആര്? വിരാട് കോഹ്ലി. 15ാമത്തെ ചോദ്യം, അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ഏതാണ്? അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമാണ് ഓപ്ഷൻ ബി, ശാന്തി നികേതൻ അല്ലെ. പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏതാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏതാ? ഓപ്ഷൻ എ, ഹിമാലയൻ പരുന്താണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏതാ? ഹിമാലയൻ പരുന്താണ്. 17 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? 2023 മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താ? സിക്കിമിലാണ്. ഓപ്ഷൻ എ, സിക്കിമിലാണ്. 2023 മിന്നൽ പ്രളയത്തിൽ തകർന്നു പോയ ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താ? സിക്കിമിലാണ്. 18 2024 ചാങ് ഇ 6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ്? 2024 ചാങ് ഇ 6 എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് അല്ലേ. ഓപ്ഷൻ ബി, ചൈനയാണ്. അപ്പോൾ ചൈനയുടെ ചാന്ദ്രദൗത്യമാണ് ഏത്? ചാങ് ഇ 6 എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ ആണ്, 18ാം സ്ഥാനത്തായിരുന്നു കേട്ടോ. 18ാം സ്ഥാനത്താണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ചോദ്യം, 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ്? 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ്? പച്ചക്കുതിരയാണ് അല്ലെ. ഓപ്ഷൻ എ, പച്ചക്കുതിര. 21 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? 2023 അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത്? ഏത് മേഖലയിലാ? ശാസ്ത്രജ്ഞയായിരുന്നു അല്ലേ. നമ്മൾ ISROയിൽ ശാസ്ത്രജ്ഞയായിരുന്ന വ്യക്തിയാണ് ആയത്? വളർമതി എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം
ഏതാ? ബംഗളൂരു ആണ്. ഓപ്ഷൻ എ ബംഗളൂരു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം എവിടെയാ? ബംഗളൂരു ആണ്. 23 ആരുടെ ആത്മകഥയാണ്? മെമേഴ്സ് ഓഫ് എ മാവറിക്. ആരുടെ ആത്മകഥയാണ് മെമേഴ്സ് ഓഫ് എ മാവറിക് എന്നത്? ആരുടെ ആത്മകഥയാ? മണിശങ്കർ അയ്യർ ആണ്. ഓപ്ഷൻ ബി മണിശങ്കർ അയ്യർ. ആത്മകഥയുടെ പേരെന്താ? മെമേഴ്സ് ഓഫ് എ മാവറിക്. ഇനി 24ാമത്തെ ചോദ്യം, വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരിയാണ്? വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരിയാണ്? ഏതാ? മൊറോക്കോയാണ്. ഓപ്ഷൻ ബി മൊറോക്കോ രാജ്യക്കാരിയാണ് കേട്ടോ. 25ാമത്തെ ചോദ്യം, വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ് നിലവിൽ വരുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. 26 ശങ്കരാചാര്യരുടെ ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ശങ്കരാചാര്യരുടെ ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം എവിടെയാ? മധ്യപ്രദേശാണ്. ഓപ്ഷൻ എ മധ്യപ്രദേശ്. ശങ്കരാചാര്യരുടെ ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. 27ാമത്തെ ചോദ്യം, കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം ഏതാണ്? കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം ഏതാ? കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ്. ഓപ്ഷൻ സി കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. 28ാമത്തെ ചോദ്യം, 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യയാണ്. ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. 29ാമത്തെ ചോദ്യം, 2023 US ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? ഏത് രാജ്യക്കാരിയായിരുന്നു കൊക്കോ ഗോഫ് എന്ന് പറയുന്നത്? USA ആണ് കേട്ടോ. കൊക്കോ ഗോഫ് ഏതാ? അമേരിക്കക്കാരി തന്നെയാണ്. ഇനി 30ാമത്തെ ചോദ്യം, 2023 അന്തരിച്ച ജിയോർജിയോനെ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? പേരെന്താ? ജിയോർജിയോ നെപ്പോളിറ്റാനോ. 2023 അന്തരിച്ച ജിയോർജിയാനോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഏത് രാജ്യത്തിൻ്റെ? ഓപ്ഷൻ ഡി ഇറ്റലിയുടെയാണ് കേട്ടോ. ഇറ്റലിയുടേതാണ്. 31 ഇന്ത്യക്ക് ശേഷം G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യക്ക് ശേഷം G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഏത് രാജ്യ? ബ്രസീലാണല്ലേ. ഓപ്ഷൻ സി ബ്രസീലാണ്. അപ്പോൾ 2023 ഇന്ത്യയിലായിരുന്നു. 2024 എവിടെയാണ് നടക്കാൻ പോകുന്നത്? ബ്രസീലിലാണ്. ഇനി 32 ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതായിരുന്നു? ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. 33ാമത്തെ ചോദ്യം, 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയിലാട്ടോ. ഹൊയ്സാല ക്ഷേത്രങ്ങളൊക്കെ എവിടെയുള്ളത്? കർണാടകയിലാണ്. 34 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് എവിടെയാണ്? 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിന് വേദിയായത് എവിടെയാ? കൊൽക്കത്തയാണ്. ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. ഇതിൽ ചാമ്പ്യന്മാരായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരുന്നു കേട്ടോ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ വിജയിച്ചത്. ഇനി 35 ആരുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം? ആരുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം എന്ന് പറയുന്നത്? ആരുടെ ആത്മകഥയായിരുന്നു അത്?
എം ലീലാവതിയാണ് അല്ലെ. ഓപ്ഷൻ സി എം ലീലാവതിയുടെ ആത്മകഥയാണ് ഇത് ധ്വനി പ്രയാണം എന്ന് പറയുന്നത്. 36 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? എത്ര രൂപയുടെ നാണയം പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. 37ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരമാരാണ്? ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരം ആരായിരുന്നു? ഓപ്ഷൻ ബി ലിയാൻഡർ പെയ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ലിയാൻഡർ പെയ്സ്. ക്വസ്റ്റ്യൻ എന്താ? ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ പുരുഷ താരമാണ് ആര്? ലിയാൻഡർ പെയ്സ്. 38 രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ല് പാലം എവിടെയാണ് നിലവിൽ വന്നത്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ല് പാലം എവിടെയാണ് നിലവിൽ വന്നതെന്ന്? എവിടെയായിരുന്നു നിലവിൽ വന്നത്? ഓപ്ഷൻ സി ആണ് വാഗമണ്ണിൽ. കേരളത്തിൽ വാഗമണ്ണിലാണ് കേട്ടോ രാജ്യത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? വാഗമണ്ണിലാണ്. 39 7ാമത് ഇന്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ്? 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് എവിടെയാ? ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ. 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് എവിടെയാ? ന്യൂഡൽഹിയാണ്. 40ാമത് ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയാ? പുന്നപ്രയാണ് കേട്ടോ. ഓപ്ഷൻ എ പുന്നപ്രയാണ്. 41ാമത്തെ ചോദ്യം, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരമാരാണ്? ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ആരാ? ഫോട്ടോ നോക്കി നോക്ക്, ആരായിരിക്കും? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അല്ലേ. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഓപ്ഷൻ സി ക്രിസ്ത്യാനോ റൊണാൾഡോ. 42ാമത്തെ ചോദ്യം, ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലെപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലെപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് മത്സരവുമായി ബന്ധപ്പെട്ടതാ? ടെന്നീസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ടെന്നീസ് താരമാണ് സിമോണ ഹാലെപ്പ്. 43 സ്പാനിഷ് ഫുട്ബോൾ ലീഗായിട്ടുള്ള ലാ ലീഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ലാ ലീഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? എവിടെയാണ് നിലവിൽ വരുന്നത്? കൊൽക്കത്തയാണ് കേട്ടോ. ഓപ്ഷൻ എ കൊൽക്കത്ത. 44 പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാ? നെയ്റോബിയാണ് കേട്ടോ. ഓപ്ഷൻ എ നെയ്റോബി. 45 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യമേതാണ്? 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യമേതാണ്? ഏത് രാജ്യത്താ? ലിബിയയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ലിബിയയിലാണ്. 46 2023 രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തതാരാണ്? 2023 രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാ? ദ്രൗപതി മുർമു ആണ്. ഓപ്ഷൻ ബി ദ്രൗപതി മുർമു ആണ്. 47 മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? ഏതാ? രാജസ്ഥാൻ സ്വദേശിയാണ് കേട്ടോ. ഓപ്ഷൻ എ രാജസ്ഥാൻ സ്വദേശിയാണ്. ഫോട്ടോ വേണം നോക്കിയോ. ഇവളാണ് ആര്? പ്രിയൻ സെയിൻ കേട്ടോ. പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാ? രാജസ്ഥാൻ സ്വദേശിയാണ്. 48 2023 റെക്കോർഡ് വിലക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചതാരാണ്? 2023 റെക്കോർഡ് വിലക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചതാരാണ്? ആരാ? സെയ്ദ് ഹൈദർ റാസയാണ് കേട്ടോ. ഓപ്ഷൻ സി സെയ്ദ് ഹൈദർ റാസ. അപ്പോൾ ഗസ്റ്റേഷൻ ആരുടെ ചിത്രം? സെയ്ദ് ഹൈദർ റാസയുടെ ചിത്രമാണ് ഗസ്റ്റേഷൻ. 49 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്?
2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താ? നമുക്കറിയാലേ, ഉത്കൽ എന്ന് കേട്ടാൽ നമുക്ക് ഒഡീഷ മാത്രമേ വരുള്ളൂ. ഒഡീഷയിലാണ്. 50ാമത്തെ ചോദ്യം, 2023 സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ്? 2023 സിംഗപ്പൂരിന്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ്? ആരാ? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഓപ്ഷൻ എ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അസമിന്റെ മുഖ്യമന്ത്രിയാണ് ആര്? ഹിമന്ത ബിശ്വ ശർമ്മ കേട്ടോ. 51ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. ഓപ്ഷൻ ഡി ഇന്ത്യയാണ്. 52ാമത്തെ ചോദ്യം, ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ? എത്രാമത്തെ രാജ്യ? 3ാമത്തെ രാജ്യമാണ് കേട്ടോ. 3ാമത്തെ രാജ്യമാണ്. 53 2023 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതാരാണ്? 2023 ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? നമ്മുടെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചതാരാണ്? ആരാണ്? പിണറായി വിജയനാണ്. ഓപ്ഷൻ ബി പിണറായി വിജയൻ. 54 2024 SCO ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2024 SCO ഉച്ചകോടിയുടെ വേദി എന്താ? SCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ആണ് കേട്ടോ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി എവിടെയാണ് നടന്നതെന്നാണ് ചോദ്യം. എവിടെയാ? കസാക്കിസ്ഥാനിലാണ്. ഓപ്ഷൻ ബി കസാക്കിസ്ഥാൻ. 55ാമത്തെ ചോദ്യം, ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രമേതാ? ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഏതാ? ഹോം ആണല്ലേ. ഓപ്ഷൻ എ ഹോം ആണ്. ഇനി മികച്ച സിനിമക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? മികച്ച സിനിമക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ആരാ? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ഓപ്ഷൻ എ ലിജോ ജോസ് പെല്ലിശ്ശേരി. 57ാമത്തെ ചോദ്യം, രാജ്യവ്യാപകമായിട്ട് എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ എന്ന ക്യാമ്പയിന് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജ്യവ്യാപകമായിട്ട് എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ദ്രൗപദി മുർമു ആണ്. ഓപ്ഷൻ ബി ദ്രൗപദി മുർമു ആണ്. 58 മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെയാണ്? ജപ്പാന്റെയാണ്. ഓപ്ഷൻ സി ജപ്പാന്റേതാണ്. 59 ഇന്ത്യയിലെ ആദ്യത്തെ ODF പ്ലസ് ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ODF അതായത് വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല ഏതാ? വയനാടാണ്. ഓപ്ഷൻ എ വയനാട്. 60ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന് പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഓപ്ഷൻ എ ഡോക്ടർ എസ് സോമനാഥ്. 61ാമത്തെ ചോദ്യം, ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ അലി ബോങ്കോ ഓൻഡിബോയെ വീട്ടു തടങ്കലിലാക്കിയിട്ട് ജനറൽ ബ്രൈസ് ക്ലോട്ടേർ ഒലിഗുമായി എൻക്യൂമ പ്രസിഡന്റായത്? കുറച്ച് കടുകട്ടിയാണ്. ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി അലി ബോങ്കോ ഓൻഡിംബയെ വീട്ടു തടങ്കലിലാക്കിയിട്ട് ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗുയി എൻക്യൂമ പ്രസിഡന്റായത്? ഏത് രാജ്യത്താ? ഗാബോൺ എന്ന രാജ്യമാണ്. ഓപ്ഷൻ ഡി ഗാബോൺ ആണ്. 62 സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ്? സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ്?
ഏതാ? കാലം സാക്ഷിയാണ്. ഓപ്ഷൻ എ കാലം സാക്ഷി. 63 സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? അവസാനം നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഏതാ? അമേരിക്കയാണ്. ഓപ്ഷൻ എ USA, അമേരിക്കയാണ്. 64 സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഓപ്ഷൻ ഡി രാജസ്ഥാന്. 65 ചിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം എവിടെയാണ്? ചിക്കാഗോ പ്രസംഗത്തിന്റെ 130ാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദന്റെ 6 അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം ഏതാണ്? എവിടെയാ? കാലടിയിലാണ്. ഓപ്ഷൻ എ കാലടിയിലാണ്. 66 GI ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്? GI ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്? ഏത് സംസ്ഥാനത്തിൻ്റെതാ? അസമിൻ്റെതാണ്. ഓപ്ഷൻ ബി അസമിൻ്റെതാണ്. 67 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? 2024 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെ വേദി എവിടെയാ? പാരീസിലാണ് അല്ലേ? ഓപ്ഷൻ എ പാരീസിലാണ്. 68 2024 ICC T20 ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 2024 ICC T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? USA-യും വെസ്റ്റ് ഇൻഡീസുമാണ് അല്ലേ? ഓപ്ഷൻ എ USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. 69ാമത്തെ ചോദ്യം, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഏതാ? ഓഗസ്റ്റ് 23 അല്ലേ? ഓഗസ്റ്റ് 23. എന്താണ് അത്? ചാന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് ഇത് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. 70ാമത്തെ ചോദ്യം, 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമായ അമീസ് 28 നിർമ്മിച്ചത് എവിടെയാണ്? 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമായ അമീസ് 28 നിർമ്മിച്ചത് എവിടെയാണ്? എവിടെയാ? തിരുവനന്തപുരത്തിലെ. ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ്. 71 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ. കേരള. അപ്പോൾ NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം എവിടെയുള്ളത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. 72 2023 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരിയായ ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ്? 2023 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ജയന്ത് മഹാപത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ എഴുത്തുകാരനാണ്? ഏത് ഭാഷയിലെയാ? ഇംഗ്ലീഷാണ്. ഓപ്ഷൻ സി ഇംഗ്ലീഷ്. ഇനി 73ാമത്തെ ചോദ്യം, 2024 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? 2024 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ്? ഏതാ? ഓപ്ഷൻ എ 2018 ആണ് കേട്ടോ. 2018. ഇനി 74ാമത്തെ ചോദ്യം, NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം ഏതാണ്? NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹയർ സെക്കൻഡറിക്ക് അധിക പാഠപുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം ഏതാണ്? ഏതാ? കേരളമാട്ടോ. നമ്മുടെ കേരളമാണ്. NCERT നീക്കം ചെയ്ത ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹയർ സെക്കൻഡറിക്കാർക്ക് അധിക പുസ്തകങ്ങൾ ചേർത്ത സംസ്ഥാനം ഏതാ? കേരളമാണ്. 75ാമത്തെ ചോദ്യം, എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് R പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത്? എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് R പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തിയിട്ട് മാഗ്നസ് കാൾസൺ ലോകകപ്പ് ചെസ് ജേതാവായത്? എവിടെ നടന്നതാ? ബക്കു ആണ്. ഓപ്ഷൻ സി ബക്കു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നതിലാണ്. ഇനി 76ാമത്തെ ചോദ്യം, OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധിതമാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ പരസ്യം നിർബന്ധമാക്കിയ ആദ്യത്തെ രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഓപ്ഷൻ ബി ഇന്ത്യയാണ്. 77 47ാമത് വയലാർ അവാർഡ് ജേതാവാരാണ്?
77 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാ? ശ്രീകുമാരൻ തമ്പിയാണ്. ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. 78 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ്? 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാ? ഇന്ത്യയാണ് അല്ലേ. ഓപ്ഷൻ സി ഇന്ത്യയാണ്. 79 ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കിരിതാശ്വരി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കിരിതാശ്വരി ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താ? പശ്ചിമ ബംഗാളിലാണ്. ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളിലാണ്. 80 ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം ഏതാണ്? ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ പോയ സമയത്ത് പൊട്ടിത്തെറിച്ച് യാത്രികരെല്ലാം മരണപ്പെട്ട സമുദ്ര പേടകം ഏതാ? ടൈറ്റൻ ആണ് അല്ലേ. ഓപ്ഷൻ എ ടൈറ്റൻ ആണ്. 81 പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നതെന്നാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാ? 2023 സെപ്റ്റംബർ 19 2023 സെപ്റ്റംബർ 19 82ാമത്തെ ചോദ്യം 2023 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം ഏതാണ്? 2023 2000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്ന രാജ്യം ഏതാ? മൊറോക്കോയാണ്. ഓപ്ഷൻ ബി മൊറോക്കോയാണ്. 83ാമത്തെ ചോദ്യം അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ 2030 വരെ പൊതു പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജയൻ ബോൾസാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിൽ 2030 വരെ പൊതു പദവികൾ വഹിക്കുന്നതിന് കോടതി വിലക്ക് ലഭിച്ച ജയർ ബോൾസനാരോ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ബ്രസീലാണ് അല്ലേ. ഓപ്ഷൻ എ ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. 84 അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. ഓപ്ഷൻ എ മധ്യപ്രദേശ്. 85 എത്ര വർഷം കേരളത്തിൽ താമസിച്ചുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? എത്ര വർഷം കേരളത്തിൽ താമസിച്ചവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? എത്രയാ? 10 വർഷമാണ്. ഓപ്ഷൻ സി 10 വർഷമാണ്. 86 സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? എത്രാമത്തെയാ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 87 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഏതാണ്? 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായ ചൈനീസ് നഗരം ഏതാണ്? ഗ്യാങ്ഷു ആണ് അല്ലേ. ഓപ്ഷൻ സി ഗ്യാങ്ഷു ആണ്. 88 2023 സാമ്പത്തിക നൊബേലിന് അർഹയായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? 2023 സാമ്പത്തിക നൊബേലിന് അർഹയായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരിയാണ്? ഏത് രാജ്യക്കാരിയാ? USA ആണ് കേട്ടോ. അമേരിക്കക്കാരിയാണ് ആര്? ക്ലോഡിയ ഗോൾഡിൻ. 89ാമത്തെ ചോദ്യം 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണ്? 2023 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത യശോഭൂമി കൺവെൻഷൻ സെന്റർ ആൻഡ് എക്സ്പോ സെന്റർ എവിടെയാണ്? ന്യൂഡൽഹി ആണ് അല്ലേ. ഓപ്ഷൻ ബി ന്യൂഡൽഹി. 90ാമത്തെ ചോദ്യം 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? 2023 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ രവിവർമ്മ ആർട്ട് ഗാലറി എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. 91 2023 40ാം വാർഷികം ആഘോഷിച്ച സത്തേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? 2023 40ാം വാർഷികം ആഘോഷിച്ച സത്തേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ബി തിരുവനന്തപുരം. 92 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാ? TV ചന്ദ്രനാണ്. ഓപ്ഷൻ സി TV ചന്ദ്രൻ.
മൂന്നാമത്തെ ചോദ്യം 2023 സ്വച്ഛ് വായു സർവേക്ഷൻ അതായത് ക്ലീൻ എയർ സർവേ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് നഗരമേതാ? 2023 സ്വച്ഛ് വായു സർവേക്ഷൻ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതായത് ഏത് നഗര? ഇൻഡോർ ആണ്. ഓപ്ഷൻ ബി ഇൻഡോർ ആണ്. 94ാമത്തെ ചോദ്യം അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C295 യാത്രാവിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? അടുത്ത കാലത്ത് ഇന്ത്യക്ക് കൈമാറിയ C295 യാത്രാവിമാനം നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ ഡി സ്പെയിൻ ആണ് കേട്ടോ. സ്പെയിനിലാണ്. 95ാമത്തെ ചോദ്യം ഏത് രാജ്യത്താണ് എമേഴ്സൺ നങ്കഗ്വ 5 വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് രാജ്യത്താണ് എമേഴ്സൺ നങ്കഗ്വ 5 വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? എവിടെയാ? സിംബാബ്വേയാണ്. ഓപ്ഷൻ സി സിംബാബ്വെ. 96 ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലിസ്കോപ്പുകളിലൊന്നായ മോസി ടെലസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യമേതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ടെലിസ്കോപ്പുകളിൽ ഒന്നായിട്ടുള്ള മോസി ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത് രാജ്യ? ചൈനയാണ്. ഓപ്ഷൻ ഡി ചൈനയാണ്. 97ാമത്തെ ചോദ്യം കേരളത്തിൽ GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൽ GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരവും എറണാകുളവുമാണ് കേട്ടോ. തിരുവനന്തപുരവും എറണാകുളവും. 98 ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ഏതാണ്? ബഹുഭാര്യത്വ വിരുദ്ധ നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3-അംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ് കേട്ടോ. ഓപ്ഷൻ എ അസമാണ്. 99ാമത്തെ ചോദ്യം 53ാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയതാരാണ്? 53ാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടിയത് ആരാ? വഹീദ റഹ്മാനാണ്. ഓപ്ഷൻ സി വഹീദ റഹ്മാന്. 100ാമത്തെ ചോദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന 2ാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പിന്തള്ളി സ്വന്തമാക്കിയ നവീൻ പട്നായിക്ക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഇതിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഒഡീഷയിൽ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. ഇതിന് ആൻസർ വരുന്നത് ഒഡീഷയാണ്. നമ്മുടെ ആൻസർ ഒഡീഷ വരെ. പക്ഷേ നവീൻ പട്നായിക്കല്ല നിലവിലേത് ഒഡീഷയുടെ മുഖ്യമന്ത്രി. എലക്ഷൻ നടന്നിട്ടുണ്ട് ഈ മാസം, അതായത് ജൂൺ മാസത്തിൽ എന്തായിട്ടുണ്ട്? ഒഡീഷയുടെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. പുതിയ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മോഹൻ ചരൺ മാജിയാണ് കേട്ടോ. മോഹൻ ചരൺ മാജിയാണ് നിലവിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മോഹൻ ചരൺ മാജി എന്ന കാര്യം ഓർത്ത് നോക്കുക. പക്ഷേ ഏതിൽ മാറ്റമൊന്നുമില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയുടെ പദവിയിലിരുന്ന ആദ്യത്തെ വ്യക്തി പവൻകുമാർ ചാംലിങ്ങും 2ാമത്തെ വ്യക്തി ആരാന്ന് വെച്ചാൽ ആര് തന്നെയാണ്? നവീൻ പട്നായിക്കാണ്. 3ാമത്തെ വ്യക്തി ജ്യോതി ബസുവുമാണ്. അപ്പോൾ അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിലവിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ മോഹൻ ചരൺ മാജിയാണ്.